ശ്രീ ബൈജു തൊട്ടാല, ഈ ആണവ കേന്ദ്രങ്ങളായാലും അമേരിക്കയ്ക്ക് പറയാം ഞങ്ങൾ ആണവ കേന്ദ്രങ്ങളെ മാത്രമാണ് ആക്രമിച്ചത്. ഇപ്പോൾ ആണവ കേന്ദ്രങ്ങളായാൽ പോലും ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള ആക്രമണം ആ രാജ്യത്തിന് നേരെയുള്ള ആക്രമണമാണ്, സംശയമില്ല. ഇവിടെ അതിനുശേഷം ഇറാൻ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ട്രംപ് പറഞ്ഞു വെച്ചത് 2 ആഴ്ച കാത്തിരിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഉയർന്ന സംശയം, എന്തിനാണ് ഈ 2 ആഴ്ച എന്ന സമയപരിധി? ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ സമ്മർദ്ദം അമേരിക്ക മേലുണ്ടായിരുന്നു എന്ന് കരുതണം. ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോരാടുന്നത് എന്ന് പറഞ്ഞു എങ്കിൽ പോലും അമേരിക്ക ഇടപെടണമെന്ന കാര്യത്തിൽ. അപ്പോൾ ഈ 2 ആഴ്ച സമയപരിധി ട്രംപ് വെച്ചത് എന്തിന് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ഈ 10ാം ദിവസം ആക്രമണത്തിന് മുൻകൈയെടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ഈ ഒരു ആക്രമണം ഇത്രയും വേഗം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായും ഇതേ രീതിയിലുള്ള ഒരു ആക്രമണം ഇത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കില്ല. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ കാണേണ്ടത് നെതന്യാഹു എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ് ആണ് നമ്മളിവിടെ കാണേണ്ടത്. നെതന്യാഹു വാസ് ആക്ച്വലി ബുളീഡ് ട്രംപ് ഇൻടു ഇറ്റ്. അതായത് ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നെതന്യാഹുവിന് എന്താണ് ആവശ്യം? നെതന്യാഹുവിന് അവിടുത്തെ ന്യൂക്ലിയർ ഡിസാർട്ട്മെന്റ് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ റെജീം ചേഞ്ചും ഉണ്ടാവും. ഇപ്പോ നമ്മൾ ഈ ട്രംപ് പറയുന്ന വേർഷൻ എടുക്കുകയാണ് എങ്കിൽ ട്രംപ് ന്യൂക്ലിയർ ഡിസാർമമെന്റിന് വേണ്ടിയാണോ ഇപ്പോൾ അറ്റാക്ക് ചെയ്തത്, അതോ റെജീം ചേഞ്ചിന് വേണ്ടിയാണ്? ഇപ്പോ ഈ ഓൾമോസ്റ്റ് എല്ലാ മീഡിയയും ഈ ആക്ഷൻ തെറ്റായി പോയി, ഇതിൽ അമേരിക്ക ഇതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഈവൻ UN സെക്രട്ടറി ജനറൽ റേസ് ഹിസ് കൺസേൺ അബൌട്ട് US അറ്റാക്ക് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ കൺസേൺ അദ്ദേഹം ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞു. അത് ഇപ്പം ബ്രിട്ടനിൽ ഈ ഡീഎസ്കലേഷനിലേക്ക് പോകണം, ഇതിങ്ങനെ കൊണ്ടുപോകരുത് എന്ന് എല്ലാ രാജ്യങ്ങളും പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് US-ന്റെയും ഇസ്രായേലിന്റെയും ഹെഗമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു അറ്റാക്കായി മാത്രമാണ് ഞാനിതിനെ കാണുന്നത്. ഇതിന്റെ നമ്മൾ ഇപ്പം ഇതിനെ കാണേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങി. ഇന്ന് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ ഇസ്താംബുളിൽ നടത്തിയ കോൺഫറൻസിൽ അയാൾ പറഞ്ഞ എന്താണ്? വി വേർ അറ്റ് നെഗോഷിയേഷൻ, ഞങ്ങൾ നെഗോഷിയേഷന്റെ ഇടയ്ക്കായിരുന്നു. അതായത് യുദ്ധം ആഗ്രഹിക്കാതിരുന്ന അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് എത്തിക്കുക എന്ന തന്ത്രം അത് വളരെ വിജയകരമായി നെതന്യാഹു പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും അത് ഇതിൽ കാണേണ്ടത് മറ്റൊന്നുമല്ല, നെതന്യാഹു എന്നുള്ള കനൈവിംഗ് പൊളിറ്റീഷ്യൻ, ആ വേർഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കനൈവിംഗ് പൊളിറ്റീഷ്യൻ ജീവിച്ചിരിക്കുന്ന പോലും കാലം മിഡിൽ ഈസ്റ്റ് അപ്രിങ്ങിനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കൃത്യമായി ഈ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് വളരെ ലോജിക്കലായ കാര്യമാണ്. വി വേർ അറ്റ് നെഗോഷിയേഷൻ and then we were about to have a meeting in Oman. and ഞങ്ങളെ ആ സമയത്ത് അറ്റാക്ക് ചെയ്തു. അതെന്തിനാണ് അറ്റാക്ക് ചെയ്തത്? ഓക്കെ, ന്യൂക്ലിയർ വയലേഷൻസ് പറഞ്ഞെല്ലാം നമ്മൾ ഐ വുഡ് കൺസീഡ്. അത് പറയുമ്പോൾ തന്നെ നെഗോഷിയേഷൻ നടക്കുമ്പോൾ ആ നെഗോഷിയേഷന്റെ ഇടയ്ക്ക് വെച്ച് കയറി അറ്റാക്ക് ചെയ്യാണ്, ഔട്ട് ഓഫ് ദ ബ്ലൂവിൽ അറ്റാക്ക് ചെയ്യുക. അതെന്തിനായിരുന്നു അറ്റാക്ക് ചെയ്തത്? അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. ഈ നെതന്യാഹു അദ്ദേഹത്തിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ആണ്. അവിടെ അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ ആരാണ്ടേ കല്യാണം മാറ്റിവെക്കണ്ടായി വന്നു. നോക്കണം, ആളുകൾ ചത്തോണ്ടിരിക്കുകയാണ്, പിള്ളേരും കുഞ്ഞുങ്ങളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അദ്ദേഹം അതിനെ കമ്പയർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണോ കൊച്ചുമകന്റെ കല്യാണോ മാറ്റിവെച്ചതുമായിട്ടാണ്. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ടത് ബയലാറ്ററൽ എഗ്രിമെന്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഡിപ്ലോമസിയിലൂടെയാണ്. ഇപ്പോ ഇറാൻ പറയുന്നത് എന്താണ്? UN ചാർട്ടർ ഹാസ് ഗോൺ. ഇനി അവർക്ക് ഇതിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതിൽ ലീഡ് ചെയ്യേണ്ട അമേരിക്ക 2 weeks ടൈം ഉണ്ടെന്ന് പറയുകയും ഔട്ട് ഓഫ് ദ ബ്ലൂ ഓൺ ഇമ്മീഡിയറ്റ് റിട്ടാലിയേഷൻ ആണ്. അപ്പോൾ ആ ഇമ്മീഡിയറ്റ് റിട്ടാലിയേഷനിൽ ഈ ഏത് ഭാഗത്തോട്ടാണ് ലോകരാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്നത് നോക്കണം. ഒരു വെസ്റ്റേൺ കൺട്രിയും ട്രംപിന്, ഞാൻ ഇപ്പൊ രണ്ട് പേരിൽ നിന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ ഈ ട്രംപിന് അതിൻ്റെതായ കാരണമുണ്ട്. ഒന്ന് ശ്രീജിത്ത് പണിക്കറും ഒന്ന് നെതന്യാഹുവാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നത്. അതായത് ട്രംപിന് അതിനുള്ള അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കാണും, ആ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തതെന്ന് ഞാൻ ഇന്നലെ ഈ അറ്റാക്ക് നടക്കുമ്പോൾ TV കാണുകയാണ്. ഏതാണ്ട് ഈ വെസ്റ്റേൺ മീഡിയ മുഴുവൻ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമായാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കൃത്യമായി ഈ പ്രശ്നം ഇങ്ങനെയായിരുന്നു അഡ്രസ് ചെയ്യേണ്ടത്. നെഗോഷിയേഷൻ നടക്കുന്നു. ബ്രിട്ടൻ ഇവിടുന്ന് ഡേവിഡ് ലാമി പ്രൈം മിനിസ്റ്റർ ഇവരൊക്കെ പോയി ട്രംപിനോട് പറയുന്നു നമുക്ക് ഇപ്പൊ അടിക്കാൻ പോകരുത്, ഇത് നമുക്ക് നെഗോഷിയേഷനിൽ തീർക്കാം. പിന്നെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ
അമേരിക്കയെ പ്രീതിപ്പെടുത്തി നിൽക്കുകയാണ് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അത് എത്ര കണ്ട് സത്യമുണ്ടെന്നല്ല എനിക്കറിയില്ല. രണ്ട്, ഈ ഫോറിൻ പ്രൈം മിനിസ്റ്റർ, ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് ഇപ്പൊ അയാള് ട്രംപിനെ പുടിനെ കാണാൻ പോവുകയാണ്. ഇത് എങ്ങോട്ടാണ് ഈ സംഭവം എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നാളെ അവർ തമ്മിൽ മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ചൈന റഷ്യക്ക് ഇടപെടാനുള്ള ആരോഗ്യമൊന്നുമില്ല സാർ. തൽക്കാലം റഷ്യക്ക് ഇടപെടാനുള്ള ആരോഗ്യമൊന്നുമില്ല. അവർ മറ്റൊരു യുദ്ധത്തിന് നിരയിലാണ്. താങ്കൾ പറഞ്ഞതിന് ശ്രീത്തിന്റെ ഒരു മറുപടി കൂടി കേട്ട് താങ്കളിലേക്ക് വരാം. ശ്രീത്തിന്റെ ഒരു മറുപടി കേൾക്കണം. കാരണം ശ്രീത്ത് യഥാർത്ഥത്തിൽ നെതന്യാഹു വലിച്ചിഴക്കിയായിരുന്നു US-നെ ട്രംപിന്റെ യുദ്ധത്തിലേക്ക്. 2 ആഴ്ച സമയം വേണമെന്നും ഇതിനിടയിൽ നെഗോസിയേഷനിലൂടെ കാര്യങ്ങൾ അവസാനിക്കുമെന്നും വിചാരിച്ചിരുന്ന ട്രംപ് മറ്റു പല ലോകയുദ്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്ത ട്രംപിന് ഇത്തരമൊരു നിലപാടിലേക്ക് പെട്ടെന്ന് മാറാൻ കാരണം നെതന്യാഹുവിൻ്റെ നേരത്തെ ഒന്നാം തരം മാനിപ്പുലേറ്റർ എന്ന് ശ്രീ ബൈജു തിട്ടാല വിശേഷിപ്പിച്ച രീതി തന്നെയാണോ? യുക്രൈനിയൻ എന്തുകൊണ്ടാണ് ബൈജു തിട്ടാല തിരിച്ചു വരാം, ദയവായി തുടരുക. ശ്രീ പണിക്കർ. അല്ല, നോക്കൂ, ഈ ഇറാന്റെ മിനിസ്റ്റർ അരാഗ്ചി എന്നോന്ന് അദ്ദേഹത്തിന്റെ പേരെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് വി വെർ റെഡി ടു കൺസിഡർ ഡിപ്ലോമസി വൺസ് ദി അഗ്രഷൻ സ്റ്റോപ്സ് എന്നാണ്. എന്ന് വെച്ചാൽ ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. വി വെർ റെഡി ടു കൺസിഡർ ഡിപ്ലോമസി എന്നാണ്. ഞങ്ങൾ അതിന് വില്ലിംഗ് ആയിരുന്നു എന്നാണ്. അതല്ലാതെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡയറക്റ്റ് ഡിസ്കഷന് വേണ്ടിയിട്ട് അവർ പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. 2018 അമേരിക്ക നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറിൽ നിന്ന് അവർ മാത്രം പിന്മാറിയതിനു ശേഷം കഴിഞ്ഞ 7 വർഷമായിട്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഒരു സിംഗിൾ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പോലും ഇറാൻ അവരുടെ ഫെസിലിറ്റികളെ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ ശ്രീ ബൈജു മനസ്സിലാക്കേണ്ടത്, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഭാഗമായിരിക്കുന്ന അവരുടെ ടേംസിനോട് എഗ്രി ചെയ്യുന്ന ഒരു രാജ്യം, ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടിരിക്കുന്ന ഒരു രാജ്യം, അതുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് നിരന്തരമായിട്ട് IAEA ഇതുമായി ബന്ധപ്പെട്ട് ഇറാനോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ഏതൊക്കെ ന്യൂക്ലിയർ സൈറ്റുകളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചിട്ട് ഒരു റെവലേഷന് വേണ്ടിയിട്ട് പോലും അവർ തയ്യാറാകുന്നില്ല. ആൾക്കാർക്ക് ആകെ അറിയാവുന്നത് ഈ നതാൻസ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഇതുണ്ട് എന്നുള്ളതാണ്. ഈ ഫോർദോയെ പറ്റി അവർ ഏത് സമയത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇതെല്ലാം റിവ്യൂ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി ഇവര് പൂർണ്ണമായിട്ടും ഇതിനകത്തിൽ നോൺ കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ IAEA ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഈ ജൂൺ മാസം 12-ാം തീയതി അവരുടെ മീറ്റിംഗിൽ അവർ തീരുമാനിക്കുന്നു. അത് വോട്ടെടുപ്പിലേക്ക് പോകുന്നു. 35 ബോർഡ് ഗവർണർമാരുള്ളതിൽ 19 പേരും അവർക്ക് ഒപ്പം അവരുടെ ആ റെസൊല്യൂഷനൊപ്പം നിൽക്കുന്നു. വെറും 3 രാജ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇറാനോടൊപ്പം നിന്നിരിക്കുന്നത്. അതിലൊന്ന് റഷ്യയും മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ചൈനയും പിന്നെ ബുർക്കിന ഫാസോ എന്ന രാജ്യവുമാണ്. ഈ 3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരൊറ്റ രാജ്യവും ഇവരോടൊപ്പം നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ താങ്കൾ മനസ്സിലാക്കേണ്ടത്, നെതന്യാഹുവും ശ്രീജിത്ത് പണിക്കരും പറയുന്നത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, ഇറാൻ അവര് ഒരു കണ്ടീഷനിൽ ഒപ്പിടുന്നു, ആ എഗ്രിമെന്റ് അനുസരിച്ചിട്ട് അവർ മുന്നോട്ട് പോകുന്നു, എന്നിട്ട് അവർ ഏകപക്ഷീയമായിട്ട് ആ എഗ്രിമെന്റിൽ നിൽക്കെ തന്നെ അതിൽ നിന്ന് പിന്മാറുക പോലും ചെയ്യാതെ അതിന്റെ കണ്ടീഷൻസിനെ ഒന്നാകെ അവർ വയലേറ്റ് ചെയ്യുന്നു. വയലേറ്റ് ചെയ്തതിന് ശേഷം ഡിക്ലെയർ ചെയ്യാത്ത പല സ്ഥലങ്ങളിലും അവർ അവരുടെ ആണവോർജ്ജം വർദ്ധിപ്പിക്കുന്നു. അത് പ്രത്യേകിച്ച് ഏതാനും മാസങ്ങൾ കൊണ്ട് 2% എൻറിച്ച്മെന്റ് ഉണ്ടായിരുന്ന യുറേനിയം 60% മുകളിലേക്ക് കൊണ്ടുവരികയും വെപ്പൺ ഗ്രേഡ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അവർ ഏതാനും മാസങ്ങൾക്കപ്പുറം മാത്രമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാകുന്നു. ഫോർദോ പോലെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഒരു ഡിക്ലറേഷൻ പോലും, ഫോർദോയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട് എന്നുള്ള ഡിക്ലറേഷൻ പോലും അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഈ ജൂൺ 12-ാം തീയതി ഇവരെ നോൺ കംപ്ലൈന്റ് ആണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ്. അപ്പൊ ഇന്നേ വരെ അയ്യോ ഞങ്ങളാരും കണ്ടില്ലേ അറിഞ്ഞില്ലേ, ഞങ്ങൾ ഇള്ളാവാവകളാണ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇൻസ്പെക്ഷൻ വേണമായിരുന്നു, ഇസ്രയേൽ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന 2 പേർ, ഒന്ന് ആയത്തുള്ള ഖുമൈനിയും 2 ബൈജു തിട്ടാലയുമായിരിക്കും. അതല്ല എങ്കിൽ ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് ലോകരാജ്യങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് അവിടെ നടന്നിരുന്നതെന്നാണ്. ഇനി അതിൽ തന്നെ പ്രശ്നമുള്ളത് ഈ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഊർജ്ജ ഉൽപാദനത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. അതിനെ ഡിക്ലെയർ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യ NPT-യിൽ അംഗമല്ല, ഇസ്രയേൽ NPT-യിൽ അംഗമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ സിവിലിയൻ ആവശ്യത്തിനുള്ള ന്യൂക്ലിയർ റിയാക്ടറുകളും മറ്റും എല്ലാം നമ്മൾ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റേത് നമ്മുടെ നാഷണൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യും, നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യും, നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യും. പക്ഷെ അതിനുശേഷം നമ്മളത് ഉപയോഗിക്കാറില്ല. 1970-കളിൽ ഈ കപ്പാസിറ്റി അച്ചീവ് ചെയ്തിരിക്കുന്ന ഇന്ത്യ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് അതേ പീരീഡിൽ 60-70-കളിലൊക്കെ ഉണ്ടായിരുന്ന ഇസ്രായേൽ, ഈ 2 രാജ്യങ്ങളും കഴിഞ്ഞ 50 വർഷത്തിന് മുകളിലായിട്ട് റെസ്പോൺസിബിൾ ന്യൂക്ലിയർ രാജ്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഇറാന്റെ വ്യത്യാസം എന്താണെന്ന് ശ്രീ ബൈജു മനസ്സിലാക്കേണ്ടത്,
ഇറാന്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പറഞ്ഞാൽ ഡെത്ത് ടു അമേരിക്ക എന്നാണ്. അമേരിക്ക എന്നൊരു രാജ്യം ഈ ഭൂലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇറ്റ് ഈസ് എ സാറ്റാൻ സ്റ്റേറ്റ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു രാജ്യമില്ല. ഇപ്പൊ ഈ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള പാകിസ്ഥാൻ പോലും ഇന്ത്യ ഇന്നേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവർ പറയുന്നതല്ല, ഇവര് പ്രോക്സി വാറുകൾ നടത്തുകയും ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട് HHH, ഹൂത്തി, ഹമാസ്, ഹെസ്ബുള്ള ഇവർക്ക് എല്ലാവിധ അഡ്വൈസറി നൽകുകയും ആയുധങ്ങൾ നൽകുകയും പണം നൽകുകയും ചെയ്യുകയും ഈ രാജ്യം ഇസ്രായേൽ ഇവിടെ ഭൂലോകത്ത് ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് അണുവായുധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ആണെന്ന് പറയുന്നത് അത് വിശ്വസിക്കാതെ നമ്മൾ ഇള്ളാവാവകളോ പാൽക്കുപ്പികളോ ആയി മാറുന്നതിൽ കാര്യമില്ല. കാരണം ആ രാജ്യം പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാക്ട്. ശരി, ആ ഫാക്ട് ആണ്, അതൊരു റിയാലിറ്റിയാണ്. വേക്കപ്പ് ടു ഇറ്റ്, സ്മെൽ ദ കോഫി, അത്രേ പറയാനുള്ളൂ. ശരി.